മക്കയിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് സ്വത്തുള്ള ഖദീജ ബീവിയുടെ മരണത്തിന്റെ അവസ്ഥ ഖദീജ ബീവി കൊണ്ട് ഞങ്ങളെ പൊന്നുമ്മമാരെ നീ നന്നാക്കണേ നല്ല രീതിയിൽ നയിക്കണേ മഹദിയായ ഖദീജ ബീവി തലമറന്ന കാലുമറയോല അങ്ങനെയുള്ള ഒരവസ്ഥയിലാക്കാണ് ഖബറിലേക്ക് വെച്ചത്. 80 വയസ്സായാലും 50 വയസ്സായാ പോലോ ഖദീജ ബീവിക്ക് 18 വയസ്സിന്റെ ചുറുചുറുക്കായിരുന്നു. അത്രയും അധികം സൗന്ദര്യമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ അവസ്ഥ എന്താ? നേരെ തിരിച്ചല്ലേ. നീ ഞങ്ങളെ നീ കാക്കണേ ഒരു ആഡംബരങ്ങളെ നമുക്ക് വേണ്ട, ഒരു സ്വത്ത് നമുക്ക് വേണ്ട, ഒരു സമ്പാദ്യം നമുക്ക് വേണ്ട, ഒരു സൗന്ദര്യം നമുക്ക് വേണ്ട. ഇതല്ല കേട്ടോ അവസാനമായിട്ടുള്ള ദുനിയാവ് ഇതല്ല കേട്ടോ. ഇനിയൊരു വിശാലമായ ലോകമുണ്ട്. ആ ലോകത്തിലുണ്ടല്ലോ ആ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു ലോകം. ആ സ്വർഗം കാത്തിരിക്കുന്നത് 4 പേരെയാണ്. ഒന്നാമത്തേതെന്നറിയുമോ? താലുൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ, ഖുർആൻ ഓതുന്നവരാണ് സ്വർഗം നിങ്ങൾക്ക് കാത്തിരിക്കുന്നവരല്ലേ. ഒന്നാമത്തെ ആള് താലുൽ ഖുർആനാ. ഒന്ന് ചിന്തിച്ചു നോക്കേ, എന്റെ മനസ്സ് പോലും കിടച്ചു പോയിട്ടുണ്ട്. എത്രയോ പവിത്രതയല്ലേ കൊടുത്തത്. അലിഫ്ലാമി എന്ന 3 അക്ഷരത്തിന് അലിഫിന് 10, ലാമിന് 10, മീമിന് 10. അതിലെന്താണ് ഉദാഹരിക്കുന്നതെന്നറിയുമോ? അലിഫ് എന്ന അല്ലാഹുവിൽ നിന്ന്, ലാം എന്ന ജിബ്രീൽ നിന്ന്, മുഹമ്മദ് എന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവസാനിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. എത്രയോ വലിയ കളക്ഷൻ അല്ലേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തെന്ന് പാരായണം ചെയ്യുക. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തെന്ന് പാരായണം ചെയ്യുക. ഞങ്ങളെയൊക്കെ നീ നന്നാക്കണേ ഞങ്ങളെയൊക്കെ നീ സ്വീകരിക്കണേ ഞങ്ങളെ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് അല്ല തെറ്റുമുണ്ടെങ്കിലും നീ പൊറുക്കണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഒരു ഫാത്തിഹ പോലും നേരാവുന്ന മോദാനറിയാത്ത, ഒരു ഖുൽ ഹുവല്ലാഹു പോലും നേതാനറിയാത്ത എത്രയോ സഹോദരന്മാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. എങ്കിലും ഒരു ദിവസം ഓതി നോക്കണ്ടേ, ഖുർആൻ എടുത്തുനിന്ന് പാരായണം ചെയ്യണ്ടേ. ദുനിയാവല്ല നമുക്ക് വേണ്ടത്. ഇന്നു ഞാൻ നാളെ നീ എന്ന മുദ്രാവാക്യവുമായി കൊണ്ട് ഓരോ മനുഷ്യനും ഇങ്ങനെ കടന്നു പോവുകയാ, നമ്മളും ഇങ്ങനെ കടന്നു പോവുകയാ. ഞാനല്ല പറയുന്നത് ഖുർആനാ. ആ ഖുർആൻ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ചു തമ്പുരാൻ തീർക്കുമാറാകട്ടെ. മയങ്ങും റൗള കാണാനാ എന്നിൽ കൊതിയേറെയായ ആശയുമായി നാനീ പൂവനിക്കോനെ, ആശയുമായി നാനീ പൂവനിക്കോനെ. ഹൈറാ തിരുറൗള ഞാൻ കണ്ടില്ല, എൻ്റെ മനമൊട്ടും കൊതിർത്തതില്ല. എൻ കനവിൽ നബിയേ അരികിൽ വന്നണ തനിയേ, എൻ കനവിൽ നബിയേ അരികിൽ വന്നണ തനിയേ. വഅലൈക ഹുബ്ബി യാ റസൂലല്ലാഹ്. ലോകത്തിന്റെ പ്രവാചകരെ, ലോകത്തിന്റെ നേതാവേ, ഞങ്ങളുടെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളെ സ്വത്തൊളി മുഹമ്മദ് മുസ്തഫ. അല്ലാ ഞങ്ങളുടെ ഹബീബിന്റെ പുണ്യ മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളുടെ പുണ്യ മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. ആ പ്രവാചകന്റെ മുഖം കാണാതെ നിങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. ആ പ്രവാചകന്റെ പരിശുദ്ധമാർന്ന മേനി കാണാതെ നിങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. ആ മദീനയുടെ വാതിൽക്കൽ പോയി
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാറുള്ള തൗഫീഖ് അല്ലാഹ് നിങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുമ്പോ പൊന്നാരമോളെ ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. എന്റെ ഉപ്പാന്റെ വേദനയെ, എന്റെ ഉപ്പാന്റെ വേദവേ, എന്റെ പിതാവിന്റെ വേദനയെ എന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി കരയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുകയാ. റൂഹ് പിടിക്കുന്ന സമയത്ത് ലോകത്തിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, മരണത്തിന് ഇത്രയും വേദനയുണ്ടോ അസ്റായീലേ എന്ന് ചോദിച്ചപ്പോ അസ്റായീൽ മറുപടി പറയുകയാ, വെണ്ണയിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ നൂലെടുക്കുന്നത് അതുപോലെയാണ് ഞാൻ റൂഹ് പിടിക്കുന്നതെന്ന് ലോകത്തിന്റെ തിരുദൂതരെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറുപടി കൊടുത്തതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്റെ ഉമ്മത്തിന്റെ വേദനയും പോലെ എനിക്ക് തന്നെ എന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരണത്തിന്റെ സമയത്ത് പോലും എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്നെ പൊട്ടിക്കരഞ്ഞ ലോകത്തിന്റെ തിരുദൂതരെ ഹബീബേ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓരോ കാര്യങ്ങളും മനസ്സിലാണ് വിവരിച്ചു തന്നപ്പോ ചിന്തിച്ചില്ല നമ്മള്, മനസ്സിലാക്കിയില്ല നമ്മള്. നാളെ മത്സര എന്ന വൻസഭ പോലും നമ്മളെ ചിന്തിച്ചില്ല. ആരുമില്ലാത്ത മനുഷ്യരുണ്ടല്ലോ, ചൂടറിയാത്ത മനുഷ്യ, ചൂടറിയാത്ത മനുഷ്യ. മത്സരയിലെ ചൂടെന്ന് ചിന്തിച്ചു നോക്കിയേ. സൂര്യൻ ഉൾച്ചാണകള് സൂര്യൻ ഇങ്ങനെ കത്തിജലിക്കുമ്പോ മനുഷ്യൻ ഓരോരുത്തർ കരിഞ്ഞു പോകുമ്പോ എത്രയോ കിലോമീറ്റർ അകലെ, ഡിഗ്രി കണക്കിന് കിലോമീറ്റർ അകലെ സൂര്യൻ ഇങ്ങനെ കത്തിജലിക്കുമ്പോ അതുപോലെ സഹിക്കാരാവാത്ത മനുഷ്യനാണെങ്കിൽ ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തിജലിക്കുമ്പോ ടൈൽസിലും മാർബിളും ഗ്രാനൈറ്റിലും പുതിയ ഓരോ തരത്തിലുള്ള ഓരോന്നിനും നമ്മളെ കാലി വെച്ചപ്പോ തണുപ്പറിന്റെ ചൂടറിഞ്ഞില്ല, മത്സരയിലെ വൻസഭയിലെ ചൂടറിഞ്ഞില്ല. അല്ലാഹു അങ്ങ് വിശദീകരിക്കാൻ തുടങ്ങുകയാ. ആരുമില്ലാത്ത മത്സര വൻസഭയുണ്ടല്ലോ, അവിടെ പോലെ നമ്മുടെ നേതാവാ ഉള്ളത്, അവിടെ പോലെ നമ്മെ രക്ഷിക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ മാത്രമാ ഉള്ളത്. ആ പ്രവാചകനിലേക്ക് മടങ്ങിക്കോ, ആ പ്രവാചകനിലേക്ക് മടങ്ങിക്കോ. ആ അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ശഫാഅത്തിൽ നിൽക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ മത്സരാവൻ സഭയിൽ ഓരോ പോലീസുകാര് ആ പോലീസുകാരെ വിളിക്കുകയാ, മലക്കെന്ന പോലീസുകാരെ വിളിക്കുകയാ. നമ്മുടെ ഈ ഇടം വയ്യിലും വലം കയ്യിലുമുള്ള മലക്കുകളെ ലിസ്റ്റ് കൊടുക്കുകയാ. ഇന്ന മനുഷ്യനിച്ച തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ സാക്ഷാൽ കോടതിയിലെന്ന് വിവരിക്കുകയാ. ഇന്ന കൽപ്പനയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് കൽപ്പറ്റയില് ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കല്ല് കുറിച്ചതെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ വെളിപ്പെടുത്തുകയാ. ഏത് തെറ്റാവറിവ് ചെയ്തെങ്കിൽ ആ സ്ഥലം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുകയാ. പൊന്നമ്മ ഇവിടുത്തെ പോലീസുകാരല്ല, ചെറുപ്പക്കാരാ. ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് മയങ്ങുന്ന പോലീസുകാരല്ല, അവിടെയുള്ള സാക്ഷാൽ പോലീസുകാരാ. അവിടെയുള്ള പോലീസുകാരെ കുറിച്ച് നമ്മൾ എന്താ വിചാരിച്ചത്? ഇവിടത്തെ ഗാന്ധിജിയുടെ 1000ന്റെ കെട്ട് കണ്ട മയങ്ങുന്ന അവരല്ലാഹുവിന്റെ പോലീസുകാരാ, നീതിയുടെ ഭരണാധികാരികളാ. അവരെ പോലെയുള്ള അവിടെ പോലെയുള്ള പോലീസുകാരാ അവിടെ വരുന്നതെങ്കിൽ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഓരോ ക്രിമിനൽ കേസുകൾ നമ്മളെ പൈസ കൊടുത്ത് രക്ഷപ്പെടുമ്പോ വക്കീലിനെ ഇറക്കിയപ്പോ നമുക്ക് വാദിക്കാൻ ആരാളുള്ളത്? നമുക്ക് വേണ്ടി വാദിക്കാൻ ആരാളുള്ളത്? എതിരെ വാദിക്കാനല്ലേ ആളുള്ളത്? ഫിത്ന പറഞ്ഞില്ലേ, ഫസാദ് പറഞ്ഞില്ലേ? ഫിത്നയും ഫസാദും പറഞ്ഞ് എന്റെ പൊന്നമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ. ആ ഫിത്ന പറഞ്ഞ ആള് നമ്മൾ ആരെ കുറിച്ച് ഫിത്ന പറഞ്ഞു അവര് വന്നുകൊണ്ട് വെളിപ്പെടുത്തുകയാ. ഇന്ന മനുഷ്യൻ എന്നെ കുറിച്ച് ഫിത്ന പറഞ്ഞിട്ടുണ്ട്, ഇന്ന മനുഷ്യൻ എന്നെ കുറിച്ച് ഫിത്ന പറഞ്ഞിട്ടുണ്ട്. നമ്മെ എതിരല്ലാതെ മത്സരയില് നമുക്കെതിരല്ലാതെ വേറെ ആരും നമുക്ക് വക്കാലത്തിന് വരൂല, വക്കാലത്തിന് വക്കീല് വരൂല.
നീ കാക്കണേ അല്ലാ. ആ മത്സരയില് ആ മത്സരമൻസഭയില് കൈകൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും, കണ്ണ് സംസാരിക്കുന്ന മത്സര, കാല് സംസാരിക്കുന്ന മത്സര, ശരീരത്തിന്റെ ഓരോ നാളങ്ങളും സംസാരിക്കുന്ന മത്സരവൻസഭയുണ്ടല്ലോ. മനുഷ്യന്റെ ശരീരത്തിന്റെ വായ എന്ന് പറയുന്ന തന്റെ നാവിനൊരു സീലടിക്കും. അതാണ് കള്ളത്തരം പറഞ്ഞത്, അതാണ് ഫിത്ന പറഞ്ഞത്, അതാണ് ഫസാദാക്കിയത്. ആ നാവിൽ നിന്നാണ് കള്ളിന്റെ രുചി അറിഞ്ഞത്. അതുകൊണ്ട് നാവിനങ്ങൾ സീല വെക്കുകയാ. ഇതുപോലെ കോടത് മനുഷ്യൻ തെറ്റ് ചെയ്തോ, മനുഷ്യൻ ചെയ്തോ ശിക്ഷ അനുഭവിക്കും. മനുഷ്യൻ തെറ്റ് ചെയ്തോ ശിക്ഷ അനുഭവിക്കും. അല്ലാ നീ കാക്കണേ അല്ലാ. ഹിസാബില്ലാതെ അല്ലാ 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 ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കയറ്റണേ അല്ലാ. നീ സ്വർഗത്തിലേക്ക് കയറ്റണേ അല്ലാ. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലേക്ക് മടങ്ങി